ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ദേവാലയത്തിൻ്റെ അടുത്ത ഭാഗം ഹൈക്കല. നമ്മൾ പല പ്രാവശ്യം സൂചിപ്പിച്ച ഒരു വാക്കാണ് ഹൈക്കല. ഭൂമിയുടെ പ്രതീകമെന്നാണ് പറയുക ഹൈക്കല. സമൂഹവേദി എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. വിശ്വാസികളുടെ വേദി എന്ന് പറയാം. വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലം. ഭൂമിയുടെ പ്രതീകമെന്ന് പറഞ്ഞാലും സർവ്വഭൂമിയുടെയും പ്രതീകമെന്ന് പറയാൻ കഴിയില്ല. മറിച്ച് ഈ ലോകത്തിൽ ഭൂമിയിൽ കർത്താവിനെ സ്വീകരിച്ചവർ, കർത്താവിലേക്ക് ഒട്ടിച്ച് ചേർക്കപ്പെട്ടവർ, മാമോദിസ വഴി ജീവൻ്റെ അടയാളം സ്വീകരിച്ചവർ, അങ്ങനെയുള്ളവർക്ക് നിൽക്കാനുള്ള സ്ഥലമാണ് ഹൈക്കല അല്ലെങ്കിൽ ഈ സമൂഹവേദി. അപ്പോൾ നമ്മുടെ ദേവാലയത്തിൻ്റെ ഘടന നമ്മളിപ്പോൾ പല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞാൽ, താഴേന്ന് പറഞ്ഞാൽ ഹൈക്കല, കെസ്ത്രോമ, മധുബഹ. വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലം ഹൈക്കല. ഭൂമിയിൽ നിന്ന് കർത്താവിലേക്ക് ഒട്ടിച്ച് ചേർക്കപ്പെട്ടവർ, കർത്താവിൻ്റെ പാർശ്വത്തിൽ ജീവജലത്താലും ജീവരക്തം കൊണ്ടും മാമോദിസ കൊണ്ടും കുർബാന കൊണ്ടും ഒട്ടിച്ച് ചേർക്കപ്പെട്ടവർ, അങ്ങനെ സാക്ഷാൽ മുന്തിരിച്ചെടിയായ ക്രിസ്തുവിൻ്റെ ശാഖയായിട്ട് മാറിയിട്ടുള്ളവർ, അല്ലെങ്കിൽ സാക്ഷാൽ ഒരു വൃക്ഷമായ ക്രിസ്തുവിൻ്റെ ശാഖയായിട്ട് മാറിയിട്ടുള്ളവർ. അത് മാമോദിസ, സ്ഥൈര്യലേപനം, കുർബാന, 3 കൂതാശകൾ കൊണ്ടാണ്. ജീവജലം കൊണ്ടും ജീവരക്തം കൊണ്ടും, കർത്താവിൻ്റെ പാർശ്വത്തിൽ നിന്നൊഴുകിയ ജീവജലവും ജീവരക്തവും. ആ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ തോമാസ്ലീഹ ഒട്ടിച്ച് ചേർക്കപ്പെട്ടതുപോലെ നമ്മൾ ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ്. അങ്ങനെ ഒട്ടിച്ച് ചേർക്കപ്പെട്ടവർക്ക് നിൽക്കാനുള്ള സ്ഥലമാണ് ഈ തായ്തണ്ട് അല്ലേ, യേശു. അതിന് ശാഖകൾ ഈ ഹൈക്കലിൽ നിൽക്കുകയാണ്. അങ്ങനെയുള്ളവർ നിൽക്കുന്ന വിശ്വാസികൾ, മാമോദിസ സ്വീകരിച്ച് ജീവൻ്റെ അടയാളം എന്ന് പറയുന്ന മാമോദിസ സ്വീകരിച്ച് ആളുകൾ നിൽക്കുന്ന സ്ഥലമാണ് ഹൈക്കല. ഹൈക്കലയുടെ അപ്പുറത്ത് ഒരു പടി മുമ്പ് മുകളിലേക്ക് ഉയർന്നാൽ കെസ്ത്രോമ പറഞ്ഞു, നമ്മൾ ഇന്നലെ കണ്ടു, മാലാഖമാർ നിൽക്കുന്ന സ്ഥലം. അതിന് മുകളിൽ 3 പടി ഉയർന്നാണ് മധുബഹ എന്ന് കണ്ടു. ആ 3 പടികളുടെ അർത്ഥം നമ്മൾ കണ്ടതാണ്. മധുബഹയിൽ എന്തൊക്കെയുള്ളതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഭൂമിയിൽ നിന്ന് കർത്താവിന് വേണ്ടി കർത്താവിലേക്ക് ഒട്ടിച്ച് ചേർക്കപ്പെട്ട വിശ്വാസികൾ മാലാഖമാരുടെ ചേർന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന ആ രീതിയിലാണ് നമ്മുടെ പള്ളിയുടെ ഘടന. ഈ ജീവൻ്റെ അടയാളം എന്ന മാമോദിസ സ്വീകരിക്കാത്തവർ വചന പ്രഘോഷണം, വചന ശുശ്രൂഷ സമയത്ത് ഹൈക്കലിൽ നിൽക്കാൻ വിരോധമില്ല. എന്നാൽ വിശ്വാസ പ്രമാണം കഴിഞ്ഞ് ഈ അനാഫറ ചൊല്ലാൻ വേണ്ടി ബലിവേദിയിൽ കയറുമ്പോൾ ഡീക്കനോ അല്ലെങ്കിൽ മറ്റ് ശുശ്രൂഷകളോ ചൊല്ലും, ജീവൻ അടയാളം സ്വീകരിക്കാത്തവർ പുറത്ത് പോകണം, മാമോദിസ സ്വീകരിക്കാത്തവർ പുറത്ത് പോകണം, ദിവ്യീകരണം സ്വീകരിക്കാത്തവരും പുറത്ത് പോകണമെന്നൊക്കെയാണ്. അതായത് ദിവ്യീകരണം സ്വീകരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഹൈക്കലയിൽ നിൽക്കാനായിട്ട് അനുവാദമില്ല. പിന്നെ എവിടെ നിൽക്കണം? ഈ ഹൈക്കലയ്ക്ക് പുറത്തൊരു സ്ഥലമുണ്ട്, മുഖമണ്ഡപം എന്ന് പറയുന്ന, മോണ്ടളം എന്ന് പറയും, മുഖമണ്ഡപം. ഈ 1936 മുൻപ് ഈ ഈഴവർക്കൊക്കെ അമ്പലങ്ങളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. പ്രവേശന വിളംബരം വരുന്നതിന് മുൻപ് അവർക്ക് വന്നു നിൽക്കാനായിട്ട് നമ്മൾ സുറിയാനി കത്തോലിക്കർ പണിത സ്ഥലങ്ങൾ കൂടിയാണ് ഈ മുഖമണ്ഡപം അല്ലെങ്കിൽ മോണ്ടളം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1928 മറ്റോ വൈക്കത്ത് മറ്റോ വെച്ച് SNDP യോഗം സീറോ മലബാർ സഭയിൽ ചേരാനായിട്ട് ഒരു ആലോചനയൊക്കെ നടത്തിയിരുന്നു. ഈ ദിവസങ്ങളിൽ ഈ ശിവഗിരി മഠത്തിലെ ആളുകൾ വത്തിക്കാനിൽ പോയിട്ട് ഒരു സർവ്വമത സമ്മേളനമൊക്കെ നടത്തിയല്ലോ. പണ്ട് ഈ ഈഴവർ അവരെ കത്തോലിക്ക സഭയിൽ, സുറിയാനി കത്തോലിക്ക സഭയിൽ ചേരാനായിട്ടൊരു പദ്ധതിക്ക് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടോ അത് നടന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ളവർക്ക്, അതായത് കത്തോലിക്ക സഭയിലേക്ക് വരാൻ താല്പര്യമുണ്ട്, എന്നാൽ മാമോദിസ സ്വീകരിച്ചിട്ടില്ല. പണ്ടൊക്കെ ആണ്ടുവട്ടത്തിൽ ഒരു ദിവസമാണ് മാമോദിസ മുക്കിയിരുന്നത്, ദുഃഖ ശനിയാഴ്ച എന്ന് പറയുന്ന വലിയ ശനിയാഴ്ച. അപ്പോൾ അത് വരെയുള്ള ദിവസങ്ങളിൽ അവർ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സ്ഥലം എന്നാണ് പറയുന്നത് ഈ മോണ്ടളം, മുഖമണ്ഡപം. അവർക്ക് നിൽക്കാനുള്ള സ്ഥലമാണ് ഹൈക്കലയ്ക്ക് പുറത്തുള്ള സ്ഥലം. ഞാൻ പറപ്പുകര ഇടവയാണ് എൻ്റെ മുമ്പത്തെ പള്ളിയായിരുന്നത്. അവിടെ തിരുനാൾക്ക് ഇപ്പോഴും ഈ മറ്റ് മതത്തിൽപ്പെട്ടവർ ഇപ്പോൾ കാശ് കൊടുക്കണമെന്ന് അറിഞ്ഞില്ല. പണ്ട് ഫ്രീ ആയിട്ട് വന്നിട്ട് അവർ കൊമ്പും കോഴിലൊക്കെ ഊതുമായിരുന്നു, പ്രദക്ഷിണത്തിൽ അവരുണ്ടാകുമായിരുന്നു. അതൊരു നന്ദി സൂചകമാണ്. കാരണം അമ്പലങ്ങളിൽ പ്രവേശിക്കാൻ അനുവാദമില്ലാത്ത കാലത്ത് പള്ളി അവർക്ക് വേണ്ടി ഒരു ഭാഗം തുറന്നിട്ട് കൊടുത്തു. അവരവിടെ വന്നിട്ട് ആരാധനയിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു നന്ദി കാണിക്കുകയാണ് ഇപ്പോഴും അവർ ഈ കൊമ്പും കോഴിലൊക്കെ വന്ന് പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത്. അത് ഇപ്പോൾ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ലക്ഷണമായിട്ടാണ് അത് പറയണേ. പണ്ട് മതസൗഹാർദ്ദം മാത്രമല്ല, അവർക്ക് അമ്പലങ്ങൾക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. അയിത്ത ജാതിക്കാർ, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവരെന്ന് പറഞ്ഞ് ഹിന്ദുക്കൾ തന്നെ അവരെ പുറത്താക്കിയിരിക്കുകയായിരുന്നു. പുറത്താക്കെന്ന് പറയാൻ പറ്റില്ല, അവർ ഹിന്ദുക്കളായിരുന്നില്ല. ഇപ്പോഴും ഹിന്ദുക്കളല്ല വാസ്തവത്തിൽ. ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്ന് വെച്ചാൽ നായന്മാർ, ഈ 4 ഗണമാണ് ഹിന്ദുമതത്തിൽ. സനാതന ധർമ്മമാണല്ലോ ഹിന്ദുത്വം എന്ന് പറയുന്നത്. ഈ 4 ജാതി മതം ഒന്നാണ് ഈ ഹിന്ദു മതവിശ്വാസം അനുസരിച്ച്.
സനാതനധർമ്മത്തെയാണ് ഹിന്ദു മതം എന്ന് പറയുന്നത്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഈ 4 ജാതികളാണ്: ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ശൂദ്രർ എന്ന് പറഞ്ഞാൽ നായന്മാരാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഔട്ട് കാസ്റ്റ് എന്നാണ്, പുറജാതിക്കാർ, ഇല്ലേ, പുറത്ത് ജാതി വ്യവസ്ഥയ്ക്ക് പുറത്തുള്ളവർ. അങ്ങനെ അവരപ്പോൾ ഹിന്ദുക്കളല്ല. ഈഴവർ, പിന്നെ ഈഴത്തുനാടെന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിൽ നിന്ന് വന്നവരാണെന്നും ഒരു വ്യാഖ്യാനമുണ്ട്. ഏതായാലും അവർക്ക് ദേവാലയത്തിൽ പോകാനോ അമ്പലങ്ങളിൽ പോകാനോ ഒന്നും സാധിക്കാത്ത സമയത്ത് നമ്മൾ അവർക്ക് ഒരു ഭാഗം തുറന്നിട്ട് കൊടുത്തു. തുറന്നു കൊടുത്തിൽ അവർക്ക് വേണ്ടി ഒരു സ്ഥലം പണിതിട്ട് കൊടുത്തു. ആ സ്ഥലമാണ് ഈ മോണ്ടളം അല്ലെങ്കിൽ മുഖമണ്ഡപം എന്ന് പറയണേ. ഞാൻ പറഞ്ഞു വരുന്നത്, മാമോദിസ സ്വീകരിക്കാത്തവരും വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവരും നിൽക്കുന്നത് ഒരേ സ്ഥലത്താണ്. ഏതാ? ഹൈക്കലയ്ക്ക് പുറത്ത്, മോണ്ടലത്തിൽ. മാമോദിസ സ്വീകരിച്ചു, ജീവൻ്റെ അടയാളം സ്വീകരിച്ചു, ദിവികാരണം സ്വീകരിക്കുന്നവരാണ് ഹൈക്കലയിൽ നിൽക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഹൈക്കല പള്ളിക്കകത്ത് നിന്നിട്ടും കുർബാന സ്വീകരിക്കാത്തൊരു ധാരാളമുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കുർബാനയിൽ സംബന്ധിക്കുന്നത് കൊണ്ട് അവർക്ക് അതിൻ്റെ ഫലം കിട്ടുന്നില്ല. കാരണം ദൈവം അവരിലേക്ക് പ്രവേശിക്കുന്നില്ല. ദൈവം അവരിലേക്ക് പ്രവേശിക്കുകയും അവരെ ജീവൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എടുത്തു വയ്ക്കുകയും വേണം. അപ്പോഴാണ് മരിക്കാതിരിക്കുകയുള്ളൂ. അതായത് ശാരീരിക മരണം ഉണ്ടായാലും ആ മരണമെന്ന പുഴയിൽ ആണ്ടാണ്ട് പോയി രണ്ടാമത്തെ മരണം കൈവരിക്കാതിരിക്കുകയുള്ളൂ, ആസ്വദിക്കാതിരിക്കുകയുള്ളൂ. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ദൈവം അവരിലേക്ക് ഒന്നുകൂടി പ്രവേശിക്കണം, കുർബാന സ്വീകരിക്കണം. കുർബാന സ്വീകരിക്കുന്നില്ലെങ്കിൽ ജീവൻ്റെ അടയാളം സ്വീകരിച്ച് മാമോദിസ സ്വീകരിച്ചു, പക്ഷേ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ലെങ്കിൽ നിത്യജീവനിലേക്ക് എടുത്തു വയ്ക്കപ്പെടാനുള്ള സാധ്യത അടച്ചു കളയാണ്. അപ്പോൾ നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? യോഗ്യതയില്ലെങ്കിൽ കുമ്പസാരിക്കണം എന്നുള്ളതാണ്. സ്വന്തം പള്ളിയിൽ കുമ്പസാരിക്കാൻ പറ്റില്ലെങ്കിൽ 2 കിലോമീറ്റർ 3 കിലോമീറ്ററിലൊക്കെ പള്ളിയുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ആശ്രമങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. എവിടെ വേണമെങ്കിലും പോയി കുമ്പസാരിക്കാൻ പ്രയാസമില്ല. അപ്പോൾ ഈ പിശാചിൻ്റെ മുഖം തോളത്ത് വെച്ച് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് കർത്താവിൻ്റെ മുഖം, ആ മൃദുവായ ലഘുവായ മുഖം വെച്ച് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാം. അങ്ങനെ ഈ ജീവൻ്റെ അടയാളം എന്ന് പറഞ്ഞ മാമോദിസ സ്വീകരിക്കുകയും ദിവികാരണം സ്വീകരിക്കും ചെയ്യുന്നവർ നിൽക്കാനുള്ള സ്ഥലമാണ് ഹൈക്കല എന്ന് പറയുന്നത്. അതിനെ സമൂഹവേദി എന്ന് പറയും, ഭൂമിയുടെ പ്രതീകം എന്ന് പറയും. പക്ഷെ ഞാൻ പറഞ്ഞു, ഭൂമിയുടെ പ്രതീകം എന്ന് പറഞ്ഞാലും ഭൂമിയിലെ എല്ലാവരുടെയും പ്രതീകമല്ല, മറിച്ച് യേശുവിലേക്ക് ഒട്ടിച്ച് ചേർക്കപ്പെട്ട, മാമോദിസ വഴി ഒട്ടിച്ച് ചേർക്കപ്പെട്ടവരുടെ പ്രതീകമാണ്. അവർ നിൽക്കുന്ന സ്ഥലമാണ് ഈ ഹൈക്കല. ഞാൻ ആവർത്തിക്കുകയാണ് പലതും. എത്രയോ ഗംഭീരമായ ദൈവശാസ്ത്രമാണ് പള്ളിയുടെ ഘടനയിൽ പോലും സുറിയാനി കത്തോലിക്കർ പാലിക്കുന്നത്. ഇത്രയും ദൈവശാസ്ത്ര ആഴമുള്ള അല്ലെങ്കിൽ ഘടന രീതിയുള്ള ഏതെങ്കിലും സഭ ലോകത്തുണ്ടോ? അതുകൊണ്ട് നമ്മുടെ സഭയുടെ അന്തസ്സ്, നമ്മുടെ സഭയുടെ പാരമ്പര്യം, നമ്മുടെ സഭയിൽ വചനം ഇതുപോലെ ഈ ദേവാലയ ഘടനയെ പോലും വചനം ഇങ്ങനെ സജീവമാക്കി നിലനിർത്തുന്ന രീതി, അതിൽ അഭിമാനം കൊള്ളുകയും ഇതെല്ലാം നമ്മൾ ആഴത്തിൽ പഠിക്കുകയും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. വേദപാഠ ക്ലാസ്സിൽ പോയാൽ മാത്രം പോരാ, അവിടെ അതെല്ലാം പഠിപ്പിക്കാൻ കഴിയില്ല. ചിലപ്പോൾ പഠിപ്പിക്കുമായിരിക്കാം, പക്ഷെ അത് പോരല്ലോ. നമ്മളിത് പള്ളിയിൽ എല്ലാ ദിവസവും പോകുമ്പോഴും കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം, 1, 2, 3 പറഞ്ഞ് ബോധ്യപ്പെടുത്താം. പല പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അങ്ങനെ മനസ്സിലാക്കാനും ആരാധനയിൽ അർത്ഥപൂർണ്ണമായി പങ്കെടുക്കാനും നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.